ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു വിഷയമായിട്ട് വന്നിരിക്കുകയാണ്. ആവർത്തന വിരസത തോന്നണ്ട. കാരണം പുതിയ വ്യൂസുകൾ അതുപോലെ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ കാണുമ്പം തീർച്ചയായിട്ടും അവർക്ക് കൂടെ അറിയാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള വീഡിയോ ആയിരിക്കാം, പക്ഷെ നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഒന്നുമല്ല, നമ്മളെ തലമുടി കൊഴിയാനുള്ള കാരണങ്ങൾ. കാരണം നമ്മളെ തലമുടി കൊഴിയാൻ പ്രധാനമായിട്ട് നമ്മൾ അറിയുന്നില്ല. തലയിലെ ഫംഗസ്, അതുപോലെ തലയിലെ താരൻ, പ്രധാന ശല്യമാണ് താരൻ. താരൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്കറിയാൻ പറ്റും മുടി കൊഴിയാനും മുടി പൊട്ടി മാറിപ്പോവാനും. സ്ത്രീകളുടെയൊക്കെയാണെങ്കിൽ മുടി കൊഴിച്ചിലും അതുപോലെ പൊട്ടി മാറിപ്പോവാനും ഒക്കെ താരൻ ഒരു വലിയ പ്രശ്നമാണ്. താരനും പേനും പ്രശ്നം തന്നെയാണ്. പേനും സ്ത്രീകൾക്ക് കൂടുതലായിട്ടുള്ളതാണ് പേൻ. പേനും താരനും ഒക്കെ മാറ്റാം നമുക്ക്. അതുപോലെ ഈ ഞാൻ പറയുന്ന ടിപ്സ് നിങ്ങൾ ചെയ്തു നോക്കിയാൽ തീർച്ചയായിട്ടും പേൻ മാറുന്നത് മാത്രമല്ല, താരനും മാറുന്നതിനും പുതിയ മുടി കിളിർത്ത് വരാനും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. താരൻ മാറണം, അതുപോലെ തലയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ മാറണം. തലയോട്ടിയിലാണ് സ്കിന്നിൻ്റെ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും ഒക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അടുക്കളയിൽ ചെന്ന് ചെയ്യാവുന്ന ചില 1-2 കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, കൂടുതൽ പേരും വെളിച്ചെണ്ണ തേക്കുന്നില്ല. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയ ഒന്നാണ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നും അത് തലയിൽ അപ്ലൈ ചെയ്താൽ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പഴയകാല മുത്തശ്ശിമാരിലും അമ്മമാരിലും ശ്രദ്ധിച്ചാൽ അറിയാം, അവരൊന്ന് യഥാർത്ഥത്തിൽ ഈ ഷാമ്പുവോ അല്ലെങ്കിൽ ഒരുപാട് മരുന്നുകളൊന്നും തേച്ചിട്ടല്ല മുടി വളർന്നിട്ടുള്ളത്. അവർ എണ്ണ കാച്ചും. എൻ്റെയൊക്കെ വീട്ടിൽ എൻ്റെ അമ്മയും മുത്തശ്ശിയൊക്കെ എന്ന് പറയുന്നത് വെളിച്ചെണ്ണ എണ്ണ കാച്ചെന്ന് പറയുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിടും. നെല്ല് വാരി അതിനകത്ത് 2-3 നെല്ല് അതിനകത്തിലും ചെറിയ ഉള്ളി അരിഞ്ഞിടും. ഇത് അതുപോലെ ചിലപ്പം നമ്മളെ കറിവേപ്പിലയൊക്കെ അരിഞ്ഞിടാറുണ്ട്. കറിവേപ്പില അരിഞ്ഞിടുന്നത് നല്ലതാണ്. കറിവേപ്പിലയൊക്കെ അതിനകത്ത് ഇടും. ഇട്ടിട്ട് അത് തണുപ്പിച്ച് തലയിൽ തേക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം നമ്മൾ പച്ച വെളിച്ചെണ്ണ എടുത്തിട്ട് കുറച്ചെടുത്ത് വളരെ കുറച്ച് മതി തലയിൽ തേക്കാൻ തക്കൊണ്ടെടുത്ത് ചൂടാക്കിയിട്ട് അത് ഒന്ന് മാറ്റി വെച്ച് പിന്നെ തണുക്കാനായിട്ട് ഒരുപാടൊന്നും അനുവദിക്കേണ്ട. നിങ്ങളൊരു ചെറിയ തുണി പീസ് എടുത്തിട്ട് അതിലൊന്ന് മുക്കി നന്നായിട്ട് തലയിലൊന്ന് മസാജ് ചെയ്യുക. വെളിച്ചെണ്ണ ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. ചൂടാക്കിയ വെളിച്ചെണ്ണ ഇട്ട് നല്ല തലയ്ക്ക് എപ്പോഴുണ്ടാവുന്ന, ഞാൻ ചിലപ്പോൾ ചെയ്യാറുണ്ട്, എൻ്റെ വൈഫ് ചെയ്ത് തരാറുണ്ട്. തലയ്ക്കൊരു പ്രത്യേക സുഖവും നമുക്ക് അനുഭവപ്പെടും. അതുപോലെ ഇത് തലയോട്ടിയിലേക്ക് ശരിക്കും സ്കിന്നിന് ആരോഗ്യം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുന്നത്. ഇത് നമുക്ക് രാവിലെയൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്, സമയം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ വൈകുന്നേരത്ത് കുളിക്കുന്നതിന് മുമ്പ്. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ നാച്ചുറലായിട്ടുള്ള ഷാമ്പു, സൈഡ് എഫക്റ്റ് ഇല്ലാത്ത സാധാ ഷാമ്പു തേച്ച് കഴുകിക്കളയുക. ഞാനിതൊരു ടിപ്സ് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട ടിപ്സാണ്, നമ്മൾ സവാള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് സവാള മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. സവാളയുടെ ജ്യൂസ് നല്ല കളറായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും, അത് അറിയാവുന്ന കാര്യമാണ്. ജ്യൂസ് കിട്ടും. ആ ജ്യൂസ് നമ്മൾ നന്നായിട്ട് തലയിൽ മസാജ് ചെയ്യുക. ഒരു ഇതും വേണ്ട, നന്നായിട്ട് ഇച്ചിരി ഒഴിയൊക്കെ ഇറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. ചെറിയ സ്മെല്ലൊക്കെ വരും, അതൊന്നും കണക്ക് കൂട്ടണ്ട. നമുക്ക് ഇടുമ്പം തന്നെ അറിയാം, നല്ല തലയിൽ നല്ല അനക്കവും തിരിയിരിപ്പും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. താരൻ്റെ ആ വെപ്രാളവും പേരിൻ്റെയൊക്കെ ഒരു വെപ്രാളമൊക്കെ നമുക്ക് അറിയാൻ പറ്റും. തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു 20 മിനിറ്റിന് ശേഷം, അതുവരെയൊക്കെ നമ്മൾ വെറുതെ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. 20 മിനിറ്റിന് ശേഷം നമുക്ക് സമയമെടുക്കുക. ഇതൊരു ആഴ്ച 2 ദിവസമൊക്കെ മതി, എന്നൊന്നും വേണ്ട. നമ്മൾ താരനൊക്കെ മാറാനായിട്ട് ചെയ്യാൻ അത് അങ്ങനെ തന്നെ ഉറപ്പിക്കുക. കാരണം താരനുള്ള തലയിൽ മുടി കൊഴിച്ചിൽ ഉറപ്പായിട്ടുണ്ടാവും. അതുപോലെ മുടി വളരത്തൂല, വേറെ മുടിയൊന്നും പുതിയതായിട്ട് കയറി വരും എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. അത് മസാജ് ചെയ്ത് വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തണുത്ത വെള്ളത്തിൽ പിന്നെ സാധാരണ ഷാമ്പു യൂസ് ചെയ്യുക. കൂടുതൽ എഫക്റ്റീവായ ഷാമ്പു ഒന്നും യൂസ് ചെയ്യരുത്. നന്നായിട്ട് കഴുകിക്കളയുക. അപ്പോൾ ആ മുടി, ആ ഒരു സവാളയിൽ എന്തെങ്കിലും സ്മെല്ലുണ്ടെങ്കിൽ അത് മാറുകയും ചെയ്യും. നല്ല സ്മൂത്തായിട്ട് മുടി ഇരിക്കുകയും ചെയ്യും. അത് എൻ്റെ തന്നെ അനുഭവമുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് ഇടയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മളെ ഒലിവ് ഓയിൽ. ഏറ്റവും ആരോഗ്യപ്രദമായ ഒന്നാണ് ഒലിവ് ഓയിൽ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്നതാണ്. മാർക്കറ്റിൽ കിട്ടുന്ന ഒലിവ് ഓയിൽ നമുക്ക് മേടിച്ചിട്ട് നമ്മൾ ഇടയ്ക്ക് രാവിലെ വെളിച്ചെണ്ണ തേക്കാത്ത ദിവസങ്ങളിലൊക്കെ ഒലിവ് ഓയിലും കൂടെ തലയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഇതൊന്നും സൈഡ് എഫക്റ്റ് ഉണ്ടാവുകയോ ഒന്നുമില്ല.
ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ 100% കറക്റ്റുമാണ്. കാരണം മുടി കൊഴിച്ചിൽ പിന്നെ തടയാനായിട്ട് താരനെ നമുക്ക് മാറ്റണം. ചിലർക്ക് പുരിയത്തുമൊക്കെ ഉണ്ട് താരൻ. ഇതുമൊക്കെ നമ്മൾ ഒന്ന് തേച്ച് വെച്ച് കൊടുത്താൽ മതി. സവാളയിലേക്ക് നീരും തേച്ച് കൊടുത്താൽ താരൻ പുരിയത്തു നിന്നൊക്കെ ഉള്ളത് മാറിക്കിട്ടും. അതുപോലെ താരൻ മാറിയാൽ മാത്രമേ മുടി കൊഴിച്ചിൽ തടയാൻ പറ്റൂ. മുടി കൊഴിച്ചിൽ മാറണം, പുതിയ മുടി കയറി വരികയും വേണം. അപ്പോൾ ഇത് രണ്ട് കൂട്ടർക്കും ചെയ്യാം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ചെയ്യാവുന്ന കാര്യമാണ്. താരൻ മാറുന്നതോടൊപ്പം മുടി വളരാനും മുടിയുടെ അറ്റം പിളർന്നു പോകുന്ന ഒരവസ്ഥയുണ്ട് സ്ത്രീകൾക്ക്. ഈ അറ്റഭാഗത്തുമൊക്കെ ഇത് തേച്ച് പിടിപ്പിക്കണം. നല്ല മുടിക്ക് നല്ല ആരോഗ്യവും കരുത്തും ഒക്കെ ഉണ്ടാവാനും കൂടെ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ ചെയ്തു വെക്കുക. റിസൾട്ട് ഉറപ്പാണ്, 100% ഉറപ്പുള്ള റിസൾട്ടാണ്. ഇതൊന്നും മറ്റ് യാതൊരു ഇൻഫെക്ഷനും ഇല്ല, മറിച്ച് ഇൻഫെക്ഷൻ ഉള്ളതിനെ മാറ്റും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. നിങ്ങൾ ചെയ്തു വെക്കുക. ഉറപ്പായിട്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നാളെ വരാം. ഓക്കെ, എല്ലാവർക്കും നന്ദി.